എന്തൊക്കെയാണ് ബൗണ്ടറി ആൻഡ് കണ്ടിന്യൂറ്റി കണ്ടീഷൻസ്? Psi is single valued, psi and its derivatives must be continuous, and psi must vanish at infinity for bound systems. ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം തോന്നാം. ഇത് നമ്മൾ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ ചെയ്ത് എന്നിട്ട് കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ് ഡെറിവേഷൻ ചെയ്യുന്നത്. എന്നിട്ട് അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. എന്നാൽ പോലും ഇത് നിങ്ങൾ അറിയണം. അപ്പോൾ വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ അക്സെപ്റ്റബിൾ വേവ് ഫങ്ഷൻസ്? The wave function psi must be single valued. എന്ന് വെച്ചാൽ for each value of x, y and z there must be only one value for psi. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഒരുപാട് സൊല്യൂഷൻസ് പോസിബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ എക്സിനും വൈക്കും ഇസഡിനും ഒരു പർട്ടിക്കുലർ വാല്യൂ വരുമ്പോൾ ഒരൊറ്റ വാല്യൂവേ സൈക്ക് വരാൻ പാടുള്ളൂ, ഒന്നിലധികം വാല്യൂസ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് psi ഈസ് സിംഗിൾ വാല്യൂഡ് എന്ന് പറയുന്നത്. Okay, psi and its derivatives must be continuous. എന്ന് വെച്ചാൽ when variables are changed there must not be any sudden change in psi. അപ്പോൾ നമ്മൾ പറഞ്ഞു എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന 3 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ആ വേരിയബിൾസ് ചേഞ്ച് ചെയ്യുമ്പോൾ, ഇപ്പോൾ സപ്പോസ് സൈയുടെ ഫസ്റ്റ് വാല്യൂ നമുക്ക് കിട്ടിയത് 0 ആണെന്ന് വിചാരിക്കുക. പക്ഷേ സെക്കൻഡ് ഒരു എക്സ് വൈ ഇസഡിൻ്റെ വാല്യൂസ് ഒരു സെക്കൻഡ് വാല്യൂ കൊടുത്തു കഴിയുമ്പോഴത്തേനും സൈയുടെ വാല്യൂ 100 ഒന്നും ആവരുത്, 0യുടെ അടുത്ത് തന്നെ വരണം. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കണം സൈയുടെ വാല്യൂ. ഓക്കെ, വെൻ വേരിയബിൾസ് ആർ ചേഞ്ച്ഡ് ദർ മസ്റ്റ് നോട്ട് ബി എനി സഡൻ ചേഞ്ച് ഇൻ സൈ. അപ്പം അത് 0 ആണെങ്കിൽ 1 ആകാം 10 ആകാം. പക്ഷെ 100 ആയി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂസ് ഓഫ് സൈ വെൻ എക്സ് വൈ ആൻഡ് ഇസഡ് ചേഞ്ച്. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പാടില്ല, കണ്ടിന്യൂസ് ആയിട്ട് വേണം ചേഞ്ച് ചെയ്യാൻ. ഇനി psi must vanish at infinity for bound systems. ഓക്കെ, psi must vanish എന്ന് പറഞ്ഞാൽ psi multiplied by psi കോൺജുഗേറ്റ് ഓഫ് psi എന്ന് വെച്ചാൽ കോംപ്ലക്സ് നമ്പർ ഓഫ് psi വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബിക്കം ഈക്വൽ ടു 0 at infinity. അപ്പോൾ psi into its complex conjugate should be equal to 0 at infinity. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് മാത്രമേ ഐഗൻ ഫങ്ഷൻസ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ psi മസ്റ്റ് ബി കണ്ടിന്യൂസ്, psi ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് മസ്റ്റ് ബി psi is single valued, psi and its derivatives must be continuous, and psi must vanish at infinity for bound systems. ഓക്കെ, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ നമ്മൾ കണ്ടു. അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫംഗ്ഷനാണ് psi. psi is known as wave function. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ ഫോർ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ആണ്. ആ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷന് നമ്മൾ പറയുന്നത് ഐഗൻ ഫങ്ഷൻസ് എന്നാണ്. എല്ലാ ഫങ്ഷൻസിനെയും നമുക്ക് ഐഗൻ ഫങ്ഷൻ ആക്കി പറയാൻ പറ്റില്ല. സർട്ടൻ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വേവ് ഫങ്ഷൻസ് മാത്രമേ ഐഗൻ ഫങ്ഷൻസ് ആവുള്ളൂ. അതിനുള്ള കണ്ടീഷൻസ് ആണ് ഈ 3 പോയിന്റ്സ്. ഓക്കെ, പിന്നെ നമുക്ക് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. Schrodinger wave equation is a mathematical expression describing the energy and position of the electron in space and time, taking into account the matter wave nature of the electron inside an atom. അപ്പോൾ എന്താണ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എന്നുള്ളതാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. അതൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ ഉണ്ട്? എനർജിയും പൊസിഷനും ഉണ്ട്. ആരുടെ? ഇലക്ട്രോണിൻ്റെ ഇൻ സ്പേസ് ആൻഡ് ടൈം. അപ്പോൾ ഏത് സ്ഥലത്താണ് ഇതിരിക്കുന്നതെന്നും അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് അതിൻ്റെ എനർജി എത്രയാണെന്നും അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എത്രയാണെന്നും ഈ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനിൽ അടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഡെറൈവ് ചെയ്തിരിക്കുന്നത്? ബൈ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ മാറ്റർ വേവ് നേച്ചർ ഓഫ് ദ ഇലക്ട്രോൺ ഇൻസൈഡ് ആൻ ആറ്റം. അപ്പോൾ ഇത് ഡെറിവേഷൻ ചെയ്തപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഏതൊക്കെയാണ്? ക്ലാസിക്കൽ പ്ലെയിൻ വേവ് ഇക്വേഷൻ, ഒരു വേവിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിരുന്നു. ഡി ബ്രോഗ്ലീസ് കൺസെപ്റ്റ് ഓഫ് മാറ്റർ വേവ് ഉപയോഗിച്ചിരുന്നു. പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി E=mc². ഈ 3 കൺസെപ്റ്റ്സ് കമ്പൈൻ ചെയ്താണ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഡെറൈവ് ചെയ്തിരിക്കുന്നത്.
ഓക്കെ, അങ്ങനെ കിട്ടുന്ന ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷനെയാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വേവ് ഫംഗ്ഷൻ psi റെപ്രസെൻറ്റ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോൺ വേവ്. ഇപ്പോൾ വേവ് ഫംഗ്ഷൻ psi എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഇലക്ട്രോൺ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? ഒരു വേവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആ വേവിൻ്റെ ഹൈറ്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി psi squared gives the probability of finding an electron of energy E in a given region around the nucleus. psi വേവ് ഫംഗ്ഷൻ ആണ്. psi സ്ക്വയർഡിനാണ് ഫിസിക്കലി സിഗ്നിഫിക്കൻസ് ഉള്ളത്. സൈക്ക് ആസ് സച്ച് സിഗ്നിഫിക്കൻസ് ഒന്നും തന്നെ ഇല്ല. psi squared gives the probability of finding an electron of energy E in a given region around the nucleus. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വേവ് ഫംഗ്ഷൻ അക്സെപ്റ്റബിൾ ആണെങ്കിൽ അത് ഐഗൻ ഫംഗ്ഷൻ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐഗൻ വാല്യൂസ് ഉണ്ടാകും. ആ ഐഗൻ വാല്യൂസ് എനർജിയാണ്. അപ്പം ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി, ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഉള്ളൊരു ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് psi സ്ക്വയർഡ് തരുന്നത്. ഓക്കെ, ഒരു സ്പേസ് എടുക്കുക. ആ സ്പേസിൽ ഒരു പർട്ടിക്കുലർ എനർജിയിലുള്ള ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോബബിലിറ്റി, അതാണ് psi സ്ക്വയർ തരുന്നത്. ദ psi സ്ക്വയർ ലീഡ്സ് ടു ദ കൺസെപ്റ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്. അപ്പോൾ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി തരുന്ന ഫംഗ്ഷനാണ് psi സ്ക്വയർഡ്. ഓക്കെ, അപ്പോൾ psi സ്ക്വയർഡ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യും? ദ റീജിയൻ സറൗണ്ടിങ് ദ ന്യൂക്ലിയസ് വെർ ദർ ഈസ് ഹൈ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എൻ ഇലക്ട്രോൺ ഈസ് കോൾഡ് ഓർബിറ്റൽ, അല്ലേ? അപ്പോൾ ഓർബിറ്റലിൻ്റെ കോർഡിനേറ്റ്സ് ആണ് psi സ്ക്വയർഡ് തരുന്നത്. അപ്പോൾ ഈ ഓർബിറ്റലിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്വാണ്ടം നമ്പേഴ്സ് വെച്ചിട്ടാണ്. ദസ് psi സ്ക്വയർഡ് ലീഡ്സ് ടു ദ കൺസെപ്റ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്കിനി ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്താണെന്ന് പറയാം. ബോർ മോഡലിനെ കുറച്ചും കൂടി റിഫൈൻ ചെയ്തതാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ബോർ മോഡലിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്, എക്സെപ്റ്റ് ദാറ്റ് ഇലക്ട്രോൺസ് ആർ മൂവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഫിക്സഡ് പാത്സ് കോൾഡ് ഓർബിറ്റ്സ് എന്നുള്ളത് നമ്മൾ എടുത്തു കളഞ്ഞേ പറ്റൂ. എനർജി ഓഫ് an electron is quantized, that is an electron can have only certain specific values of energy. ഇത് ബോർ മോഡലിലും പറയുന്നതാണ്. ഓരോ ഇലക്ട്രോണിനും ഒരു സ്പെസിഫിക് വാല്യൂ ഓഫ് എനർജിയെ ഉണ്ടാവാൻ പറ്റുള്ളൂ. ഏത് വാല്യൂ ഓഫ് എനർജിയും പോസിബിൾ അല്ല. The quantized energy of an electron is the allowed solution of the Schrodinger wave equation and it is the result of wave-like properties of electron. അപ്പോൾ ഈ സ്പെസിഫിക് വാല്യൂസ് ഓഫ് എനർജി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഏത് എനർജി വാല്യൂസ് ആണ് അലൗഡ്? അത് കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ ആ ഇലക്ട്രോണിനെ ഒരു വേവ് ആയിട്ട് കൺസിഡർ ചെയ്ത് അതിനെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ സെറ്റപ്പ് ചെയ്യുക. എന്നിട്ട് അതിനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ അതിനെ വേവ് ഫംഗ്ഷൻ എന്ന് പറയും. അത് അലൗഡ് സൊല്യൂഷൻ ആണെങ്കിൽ അത് ഐഗൻ ഫംഗ്ഷൻ എന്നും, അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന എനർജിയാണ് ഐഗൻ വാല്യൂ. ആ എനർജി മാത്രമേ ഇലക്ട്രോണിന് പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നത്, as per Heisenberg's uncertainty principle, the exact position and momentum of an electron cannot be determined. So the only probability of finding an electron at a position can be determined. So only probability of finding an electron at a position can be determined, and it is psi squared at that point, where psi represents the wave function of the electron. അപ്പോൾ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ പൊസിഷനും മൊമെൻറ്റവും ഒന്നിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ അറ്റ് എ പൊസിഷൻ. അപ്പം നമ്മളൊരു പൊസിഷൻ ഫിക്സ് ചെയ്ത് വെച്ചാൽ അവിടെ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കും? psi സ്ക്വയർഡ് കാൽക്കുലേറ്റ് ചെയ്യുക. വാട്ട് ഈസ് psi? വേവ് ഫംഗ്ഷൻ. വേവ് ഫംഗ്ഷൻ എടുത്ത് അതിൻ്റെ സ്ക്വയർ, അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ എടുത്ത് അതിൻ്റെ സ്ക്വയർ കണ്ടാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ഒരു പർട്ടിക്കുലർ XYZൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം?
ആദ്യം ഒരു ഇലക്ട്രോണിനെ കാണേണ്ട പൊസിഷൻ ഫിക്സ് ചെയ്യുക, എക്സ് വൈ ഇസഡ്. ഓക്കെ, ആ പൊസിഷന് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ സെറ്റപ്പ് ചെയ്യുക, എന്നിട്ട് അതിനെ സോൾവ് ചെയ്യുക, എന്നിട്ട് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേവ് ഫങ്ഷൻസ് സൈ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ സൈഡ് സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുത്തു കഴിയുമ്പോൾ വിൽ ഗെറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ ഇൻ ദാറ്റ് സെലക്റ്റഡ് എക്സ് വൈ സെഡ് കോർഡിനേറ്റ്. ഓക്കെ, ഇതാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ പറയുന്നത്. ഇനി whenever an electron is described by a wave function it occupies atomic orbital. അപ്പം നമ്മൾ ഒരു ഇലക്ട്രോണിന് വേവ് ഫംഗ്ഷൻ ഇതാണ് എന്ന് പറയുമ്പോൾ an electron is having a wave function psi എന്ന് പറഞ്ഞാൽ we are describing the atomic orbital. Okay, as an electron can have many wave functions, there are many atomic orbitals for an ഇലക്ട്രോൺ. അപ്പോൾ നമ്മൾ സൈ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിൻ്റെ വേവ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഒരുപാട് വേവ് ഫംഗ്ഷൻസ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനിൽ നിന്ന് വരാവുന്നത് കൊണ്ട് ഇലക്ട്രോണിന് ഒരുപാട് അറ്റോമിക് ഓർബിറ്റൽസ് പോസിബിൾ ആണ്. എവറി വേവ് ഫംഗ്ഷൻ ഓർ അറ്റോമിക് ഓർബിറ്റൽ ഹാവ് സം ഷേപ്പ് ആൻഡ് എനർജി അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അപ്പോൾ ഓരോ ഓർബിറ്റലിനും ഒരു ഷേപ്പും എനർജിയും ഉണ്ടാകും. All the information about the electron in an atom is stored in its orbital wave function psi, and quantum mechanics makes it possible to extract this information out of psi. അപ്പോൾ ഒരു വേവ് ഫംഗ്ഷൻ psi നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആ ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിൻ്റെ എല്ലാ ഇൻഫർമേഷനും ആ വാല്യൂവിൽ സ്റ്റോർഡ് ആണ്. ഓക്കെ, അത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഹെൽപ്പ് വേണം. The probability of finding an electron at a point within an atom is proportional to the square of the orbital wave function. അപ്പോൾ psi എന്ന് പറഞ്ഞാൽ അറ്റോമിക് ഓർബിറ്റൽ ആണ്. അവിടെ ഇലക്ട്രോൺ കാണാനുള്ള പ്രോബബിലിറ്റി കാണുന്നത് സൈ സ്ക്വയർഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് സൈ സ്ക്വയർഡിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നും. അത് എപ്പോഴും പോസിറ്റീവും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൽ ഉള്ളത്. വേവ് ഫംഗ്ഷനെ കുറിച്ചാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൽ പറയുന്നത്, വേവ് ഫംഗ്ഷൻ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൽ പുതിയതായിട്ട് വന്നത് ഒരു ഇലക്ട്രോണിന് ഒരുപാട് അറ്റോമിക് ഓർബിറ്റൽസ് പോസിബിൾ ആണ്. നമ്മൾ ബോർ മോഡലിൽ പറഞ്ഞത് ഒരു ഇലക്ട്രോണിന് ഒരു അറ്റോമിക് ഓർബിറ്റേ പോസിബിൾ ഉള്ളൂ. ഓക്കെ, പക്ഷേ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലായപ്പോൾ പുതിയതായിട്ട് വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോണിന് ഒരുപാട് അറ്റോമിക് ഓർബിറ്റൽസ് പോസിബിൾ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ ഓർബിറ്റലിലും ഇലക്ട്രോൺ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാമെന്ന് വന്നു. എന്നിട്ട് ഇത് കൂടാതെ ഈ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആയതുകൊണ്ട് തന്നെ ഈ വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ അറ്റോമിക് ഓർബിറ്റലിൻ്റെ ഷേപ്പും എനർജിയും നമുക്ക് ഡെറൈവ് ചെയ്തെടുക്കാനും ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൽ നിന്ന് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ആൻഡ് വേവ് മെക്കാനിക്കൽ മോഡൽ ഓഫ് ഇലക്ട്രോൺ ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ നോട്ട്സ് ഇന്ന് എഴുതി സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ 15 മിനിറ്റ് ക്ലാസ്, 15 മിനിറ്റ്, അരമണിക്കൂറാണ് ഇന്നത്തെ ക്ലാസ് ഉണ്ടായിട്ടുള്ളൂ. അരമണിക്കൂർ നിങ്ങൾ നോട്ട് എഴുതണം. നോട്ട് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാൻ ഞാൻ 1 മണിക്കൂർ സമയം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ആൻഡ് വേവ് മെക്കാനിക്കൽ മോഡൽ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.